എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ദിനമായി മാറിയിരിക്കുകയാണ് വാലന്റൈൻസ് ഡേ അഥവാ പ്രണയദിനം. സിംഗിളായിരിക്കുന്നവരും പ്രണയമുള്ളവരുമെല്ലാം പ്രണയദിനത്തിൽ ഒന്ന് ഉഷാറാകും. പ്രണയമുള്ളവർ പ്രിയപ്പെട്ടവർക്കൊപ്പവും സിംഗിളായവർ അടുത്ത തവണയെങ്കിലും പ്രിയപ്പെട്ട ആൾക്കൊപ്പവും പ്രണയദിനം ആഘോഷിക്കണമെന്ന ചിന്തയിലും പ്രണയദിനത്തെ വരവേൽക്കും. പക്ഷേ ഈ രണ്ട് കൂട്ടത്തിലും ഉൾപ്പെടുത്താവുന്ന ചിലരുണ്ട്. സിംഗിൾ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതായത് പ്രണയിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് തന്നെ ഇവർ അടുത്ത പ്രണയത്തിലേക്ക് വഴുതി പോകുന്ന അവസ്ഥ. വിവാഹം കഴിച്ചാലും ഇവരിൽ ചിലർ ഇടയ്ക്കൊക്കെ ആ സ്വഭാവം പുറത്തെടുക്കും. ഓർത്തെടുത്താൽ നിങ്ങൾക്ക് ചുറ്റും തന്നെ അങ്ങനെയുള്ള ചിലവരെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വവും അവരുടെ തലയിൽ വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല. കള്ളലക്ഷണം എനിക്ക് ജന്മനാ ഉള്ളതാണ് എന്ന് പറയുന്നത് പോലെ ഇവരുടെ ഈ സ്വഭാവവും ജന്മനാ ഉള്ളതാണ്. ഇവർ ജനിച്ച രാശിയുടെ പ്രത്യേകതയാണ്. ഒരു വ്യക്തി ജനിക്കുമ്പോഴത്തെ ഗ്രഹസ്ഥിതികളും സമയവുമാണ് അയാളുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നത്. ജ്യോതിഷപ്രകാരം സ്വഭാവവും വ്യക്തിത്വവും അവരുടെ ബന്ധങ്ങളെ കാര്യമായി സ്വാധീനിക്കുന്നു. വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളും പ്രത്യേകതകളും ഉള്ള 12 രാശികളാണ് നമ്മൾക്കുള്ളത്. എല്ലാ ആളുകളെയും അവർ ജനിക്കുന്ന സമയമനുസരിച്ച് ഈ 12 രാശികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓരോ രാശിയിലും ഉള്ളവരുടെ സ്വഭാവ സവിശേഷതകൾ വളരെയധികം വ്യത്യസ്തമായിരിക്കും. ഇതുകൂടാതെ സവിശേഷ സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രാശികളെ അഗ്നി, ഭൂമി, വായു, ജലം എന്നിങ്ങനെയും തരംതിരിച്ചിട്ടുണ്ട്. ഈ പൊതു സ്വഭാവ സവിശേഷതകൾ കണക്കിലെടുത്ത് തന്നെയാണ് ജ്യോതിഷപ്രകാരം ഇക്കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അവയെല്ലാം തന്നെ ആ രാശികളിൽ ജനിച്ചവർക്ക് ബാധകം ആകണം എന്നില്ല. മേൽ പറഞ്ഞതുപോലെ അബദ്ധങ്ങൾ പറ്റുന്ന, അടിക്കടി പങ്കാളിയെ മാറ്റുന്ന സ്വഭാവങ്ങളുള്ള ചില രാശിക്കാരുണ്ട്. അതിൽ പ്രധാനമായും ജനിച്ച തീയതി വെച്ച് നമുക്ക് പരിശോധിക്കാം. കൂടാതെ തന്നെ നക്ഷത്രങ്ങളും നോക്കാം. ആദ്യമായി തന്നെ മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികയാണ്. മാർച്ച് 21 മുതൽ ഏപ്രിൽ 19 വരെയുള്ളവർ. മേടം രാശിയിൽ ജനിച്ചവർ സാഹസികരും തുറന്നടിച്ച് സംസാരിക്കുന്ന പ്രകൃതമുള്ളവരുമാണ്. പുതിയ അനുഭവങ്ങളും ആവേശവും അവരെ പല സാഹസങ്ങൾക്കും പ്രേരിപ്പിക്കും. പ്രണയത്തിലും അവർ ഈ സ്വഭാവം കാണിക്കാറുണ്ട്. ബന്ധങ്ങളിൽ പെട്ടെന്ന് വിരസത തോന്നുകയും അതിൽ നിന്നും വഴുതി മാറി മറ്റൊന്നിലേക്ക് പോകുവാനുള്ള വ്യഗ്രതയും ഇവരിൽ വന്നു ചേരുന്നു. പക്ഷേ പ്രണയിക്കുന്ന സമയം അവർ പങ്കാളിയെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുകയും നല്ല പങ്കാളിയായി ഇരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തതായി മിഥുനം രാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർതം എന്നീ നക്ഷത്രങ്ങളാണ്. മെയ് 21 മുതൽ ജൂൺ 20 വരെ ജനിച്ചവരെയാണ് ഈ കൂട്ടത്തിൽപ്പെടുത്തുന്നത്. കൗതുകവും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്ന സ്വഭാവവും മിഥുനം രാശിക്കാരുടെ പ്രത്യേകതയാണ്. തോന്നലുകൾക്കനുസരിച്ച് താല്പര്യങ്ങൾ മാറുന്നവരാണ് ഇക്കൂട്ടർ. അതിനനുസരിച്ച് അവർ പുതിയ അനുഭവങ്ങളും തേടിക്കൊണ്ടിരിക്കും. ബന്ധങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് പങ്കാളിയുടെ കാര്യത്തിൽ മിഥുനം രാശിക്കാർക്ക് ഏറെക്കാലം ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ബുദ്ധിമുട്ടാണ്. ഒരു ബന്ധം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മറ്റു സ്വഭാവങ്ങളും താല്പര്യങ്ങളും ഉള്ള ആളുകളെ പങ്കാളിയാക്കുവാനും അവർ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. അടുത്തതായി വരുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങൾ ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 22 വരെയുള്ള കാലയളവിൽ ജനിച്ച വ്യക്തികളാണ്. ആരെയും ആകർഷിക്കുന്ന ആത്മവിശ്വാസമുള്ള വ്യക്തികളാണ് ചിങ്ങം രാശിയിൽ പിറന്നവർ.
എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുവാൻ ഇവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവർക്ക് പലപ്പോഴും പ്രണയ അഭ്യർത്ഥനകൾ വരികയും അവർ അതിൽ ആകർഷരാകുകയും ചെയ്യുന്നതായിരിക്കും. പുതിയ പ്രണയ താല്പര്യങ്ങൾ അവർ എപ്പോഴും തേടിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അടുത്തതായി ധനുരാശിയാണ്. ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളാണ്. നവംബർ 22 മുതൽ ഡിസംബർ 21 വരെയുള്ള കാലയളവ് സ്വാതന്ത്ര്യവും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാൻ താല്പര്യമുള്ളവരാണ് ധനുരാശിക്കാർ. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ ഇവർക്ക് വളരെ ആവേശമാണ്. പ്രണയകാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ദീർഘകാല ബന്ധങ്ങളിൽ ചെന്നുപെടാതിരിക്കുവാൻ ഇവർ പലപ്പോഴും ശ്രമിക്കുന്നതായിരിക്കും. തങ്ങളുടെ സ്വാതന്ത്ര്യവും താല്പര്യങ്ങളും ഹനിക്കുന്ന ബന്ധങ്ങളിൽ നിന്നും ഇവർ തടിയൂരുന്നതായിരിക്കും. പക്ഷേ അവരുടെ ശുഭാപ്തി വിശ്വാസവും തുറന്ന മനസ്ഥിതിയും കാരണം വീണ്ടും പ്രണയത്തിലേക്ക് വീഴുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്തതായി കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ്. ജനുവരി 20-നും ഫെബ്രുവരി 18-നും ഇടയിൽ ജനിച്ചവർ. അസാധാരണമായ ചിന്താശൈലിയും മറ്റാരെയും ആശ്രയിക്കാത്ത സ്വഭാവമാണ് കുംഭം രാശിക്കാർക്ക്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് അവർ ഏറെ വിലമതിക്കുന്നു. പരമ്പരാഗത പ്രണയസങ്കല്പങ്ങളോടും വിവാഹ രീതികളോടും ഇവർക്ക് താല്പര്യം ഉണ്ടാവുകയില്ല. തനതായ ഒരാൾക്ക് മുമ്പിൽ പൂർണ്ണമായും സമർപ്പിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങളോട് ഇവർ മുഖം തിരിക്കുന്നതായിരിക്കും. ഇത് ജീവിതത്തിൽ പല പ്രണയബന്ധങ്ങളിലും ആകർഷരാകുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ വിഷയം ഇവിടെ നിർത്തുകയാണ്. പുതിയൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.